നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഇപ്പോൾ സമയം അനുകൂലമല്ലെന്ന് ചിലർ പരാതി പറയാറുണ്ട്. സമയം എപ്പോഴും അനുകൂലം തന്നെയാണ്. നമ്മൾ സമയത്തോട് അനുകൂലിക്കുന്നില്ല എന്നേ ഉള്ളൂ. അനുകൂലവും പ്രതികൂലവും നമ്മിൽ തന്നെയാണ്. അതറിയാതെയാണ് മനുഷ്യർ സാഹചര്യങ്ങൾക്ക് അടിമപ്പെടുന്നത്. നല്ല കാലം വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നല്ലത് പലതും കൈവിട്ടു പോകും. നല്ല കാര്യത്തിന് നേരം നോക്കിയിരിക്കരുത്. ശുഭസ്യ ശീഘ്രം എന്നാണ് പറയുന്നത്. നല്ലത് ചെയ്യാനുള്ള പരിശ്രമം ഉടനെ ചെയ്യണം. മനുഷ്യ ശരീരം ഒരു വാടക വീടാണ്. ഏത് നിമിഷവും നമുക്കതിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരും. ആ ബോധം ഉൾക്കൊണ്ട് എത്രയും വേഗം നിത്യമായ സത്യത്തെ അറിയാൻ ശ്രമിക്കണം. എങ്കിൽ ഇറങ്ങിപ്പോകേണ്ട സമയം വരുമ്പോൾ പുഞ്ചിരിയോടെ ഇറങ്ങിപ്പോകാം. നിത്യാനന്ദത്തിൽ സ്ഥിരപ്രതിഷ്ഠനാകുകയും ചെയ്യാം. ഈശ്വരനോടടുക്കാനും നന്മയിലേക്കുയരാനുമുള്ള ഒരപൂർവമായ അവസരമാണ് മനുഷ്യജന്മം. നശ്വര വസ്തുക്കൾക്ക് പിന്നാലെ അലഞ്ഞു നടന്ന് ജീവിതം വ്യർത്ഥമാക്കാതെ നമ്മൾ ഓരോ നിമിഷവും വിവേകപൂർവ്വം വിനിയോഗിക്കണം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. വിശ്വം ദർപ്പണദൃശ്യമാനനഗരീതുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യഃ സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. വിശ്വം ദർപ്പണദൃശ്യമാനനഗരീതുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യഃ സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. കണ്ണാടിയിൽ കാണപ്പെടുന്ന നഗരിക്ക് തുല്യം എന്നാണ് ശങ്കരാചാര്യർ സ്വാമികൾ വിശ്വത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വളവുള്ള റോഡിൽ പ്രത്യേകതരം കണ്ണാടി വയ്ക്കാറുണ്ട്. അപ്പുറത്തുകൂടി വരുന്ന വാഹനങ്ങളും റോഡും അതിൽ കാണാം. കണ്ണാടിയിൽ കാണുന്ന പ്രതിരൂപങ്ങൾ ഉള്ളവയാണോ ഇല്ലാത്തവയാണോ എന്ന് സംശയിച്ച് വാഹനം ഓടിക്കാൻ കഴിയുകയില്ല. കണ്ണാടിയിൽ ഒരിക്കലും വാഹനമില്ല. പക്ഷേ കണ്ണാടിയിൽ വാഹനം നാം കാണുന്നു. ഈ പ്രപഞ്ചം അഖിലവും തന്നെ ഇതുപോലെ കണ്ണാടിയിൽ പ്രതിഫലിച്ച് കാണുന്നു എന്ന ശ്ലോകത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം.
ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ഒന്നാമത്തെ ശ്ലോകത്തിൽ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഃ എന്ന് പറഞ്ഞു. ശ്രീ ഗുരുമൂർത്തിക്ക് ആയിക്കൊണ്ട് നമസ്കാരം. അന്ധകാരത്തെ നീക്കുന്നവനാണ് ഗുരു, വ്യക്തമായി ഉപദേശിക്കുന്നവനാണ് ഗുരു എന്നെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു. അങ്ങനെയുള്ള ഗുരു മൂർത്തിമത് ഭാവത്തെ സ്വീകരിച്ച് പ്രകടനായിരിക്കുക, സർവ്വലോകത്തിൻ്റെയും ഗുരു, ജഗദ്ഗുരുവായിട്ട്. എങ്ങനെ? അതാണ് ശ്രീ ദക്ഷിണാമൂർത്തി. ദക്ഷിണനും അമൂർത്തിയും. സകല പ്രപഞ്ച വ്യവഹാരങ്ങൾക്കും പിന്നിൽ ദക്ഷിണനായി, സമർത്ഥനായി, സൃഷ്ടി സ്ഥിതി സംഹാരമെന്ന് വേണ്ട എല്ലാത്തിനും കാരണഭൂതനായി നിലകൊള്ളുന്ന ദക്ഷിണൻ. അതേ സമയത്ത് അമൂർത്തി, രൂപരഹിതൻ, അവനാണ് ദക്ഷിണാമൂർത്തി. അല്ലെങ്കിൽ ഋഷിമാർക്കും ദേവതകൾക്കും തത്വോപദേശം ചെയ്തുകൊണ്ട് ദക്ഷിണ ദിക്കിലേക്ക് മൂർത്തിയാക്കി, തെക്കൻ ദിക്കിലേക്ക് മൂർത്തിയാക്കിയിരിക്കുന്നവനാരോ അവൻ ദക്ഷിണാമൂർത്തി. അങ്ങനെ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് ദാ നമസ്കാരം. ഈ ഒരു വാക്യം എല്ലാ ശ്ലോകങ്ങളിലും ആവർത്തിക്കുന്നു. നോക്കൂ, പറയാണ്, വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജ അന്തർഗതം മായയാ ബഹിഃ ഇവ ഉദ്ഭൂതം ആത്മനി പശ്യൻ യഹ സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഇവിടെ ആദ്യം പറയുന്നത് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം എന്നാണ്. ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം, ദർപ്പണത്തിൽ ദൃശ്യമാനമാകുന്ന നഗരിക്ക് തുല്യം. ദർപ്പണം എന്നാൽ കണ്ണാടി. അപ്പോൾ കണ്ണാടിയിൽ ദൃശ്യമാനമാകുന്ന, കാണപ്പെടുന്ന നഗരിക്ക് തുല്യം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു കണ്ണാടിയിൽ നമ്മുടെ പ്രതിരൂപത്തെ കാണുന്നു. ഇനി ആ കണ്ണാടി വിപരീതമായ ദിശയിൽ തിരിച്ചു വെച്ചാൽ എങ്ങോട്ടാണോ കണ്ണാടി തിരിച്ചു വെച്ചിട്ടുള്ളത് ആ പ്രദേശത്തെ കാഴ്ചകൾ നമ്മൾ കണ്ണാടിയിൽ പ്രതിഫലിച്ച് കാണുന്നു. എന്നാൽ സവിശേഷതയാർന്ന കണ്ണാടികൾ വളരെ വലിയൊരു പ്രദേശത്തെ എടുത്ത് കാണിക്കാൻ പര്യാപ്തമാണ്. അപ്പോൾ വലിയൊരു മേഖല മുഴുവൻ ഒരു കണ്ണാടിയിൽ പ്രതിഫലിച്ച് കാണുകയാണെന്ന് വയ്ക്കുക. ഇത്തരം കണ്ണാടികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വാഹനങ്ങളിലൊക്കെ പിന്നിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണാടിയിൽ വലിയ ഒരു മേഖല നമ്മൾ ചെറിയൊരു പ്രതലത്തിൽ കാണുന്നുണ്ട്. ചെറിയൊരു പ്രതലത്തിൽ വലിയ മേഖല കാണുന്നുണ്ട്. അപ്പോൾ സങ്കല്പിക്കുക, വലിയൊരു നഗരത്തെ മുഴുവൻ പ്രതിബിംബിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള ഒരു കണ്ണാടിയെ സങ്കല്പിക്കുക. ഇന്നത്തരം കണ്ണാടികൾ നമ്മൾ കണ്ടിട്ടില്ല, എങ്കിലും നമുക്കറിയാം സാധിക്കുമെന്നുള്ളത്. ആ ഒരു കണ്ണാടിയെ ഭാവന ചെയ്യൂ. അപ്പോൾ വലിയൊരു നഗരി മുഴുവൻ അതിൽ പ്രതിബിംബിക്കുകയാണ്, പ്രതിഫലിക്കുകയാണ്. ഒരു നഗരത്തെ, ഒരു പട്ടണത്തെ മുഴുവൻ നമ്മൾ ആ കണ്ണാടിയിൽ കാണുന്നു. എവിടെയാണ് നഗരമുള്ളത്? നമ്മൾ കാണുന്നത് കണ്ണാടിയിലാണ്. അപ്പോൾ കണ്ണാടിക്കുള്ളിൽ ഒരു നഗരം മുഴുവൻ നമ്മൾ കാണുകയാണ്. എന്നാൽ നമുക്കറിയാം,
നഗരം വേറെയാണ്, ഒരിക്കലും അത് കണ്ണാടിക്കുള്ളിലല്ല. കണ്ണാടിക്കുള്ളിലല്ല നഗരം എന്നറിഞ്ഞാലും ആ കണ്ണാടിക്കുള്ളിൽ നമ്മൾ നഗരം കാണുന്നു. ഇതുപോലെ ഈ വിശ്വമഖിലവും, വിശ്വം സമസ്തം, വിശ്വം പ്രപഞ്ചം, അഖില ഭുവനങ്ങളും അഖില ജഗത്തുക്കളും അഖില പ്രപഞ്ചങ്ങളും അടങ്ങുന്ന വിശ്വം. വിശ്വമെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ലോകം, പ്രപഞ്ചം, ജഗത്ത്, ഭുവനം എന്നുള്ള അർത്ഥം എടുത്താൽ മതി. എങ്കിലും പദാർത്ഥം സൂക്ഷ്മമായി വിചാരം ചെയ്യുമ്പോൾ എല്ലാം എന്തിലേക്ക് പ്രവേശിക്കുന്നുവോ, എല്ലാം എന്തിൽ പ്രവേശിച്ച് നിലകൊള്ളുന്നുവോ അത് വിശ്വം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്രപഞ്ചമഖിലവും ഒരു കണ്ണാടിയിൽ കാണപ്പെടുന്ന നഗരം പോലെ നിജ അന്തർഗതം, തന്നുള്ളിലുള്ളതാണ്. വാസ്തവത്തിൽ തന്നുള്ളിൽ തന്നെയുള്ളതിനെ താൻ പുറത്ത് പലതായി വിഭജിച്ച് കാണുകയാണ്. ഏകവും അദ്വയവുമായ ഉണ്മയാണ് ജഗത്തായും ഈശ്വരനായും ജീവനായും ഒക്കെ ഭാസിക്കുന്നത്. ജഗത്തൊന്ന് വേറെ, ഈശ്വരനൊന്ന് വേറെ, ജീവനൊന്ന് വേറെ. ഇനി ജഗത്തിലോ അനന്ത വൈചിത്ര്യങ്ങളാർന്ന ഘടകങ്ങളാണ്. ഇതില്ലെന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും വ്യാവഹാരിക തലത്തിൽ ജഗത്തുണ്ട്. വ്യാവഹാരികമായി ജഗത്തുണ്ട് എന്നുള്ളതിനെ എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളും ആദരിക്കുന്നുമുണ്ട്. എന്നാൽ ജീവനുണ്ട്, ജഗത്തുണ്ട്, ഈശ്വരനുണ്ട് എന്നിടത്ത് എല്ലാമുള്ള ഉണ്മ, അസ്തിത്വം, സത്ത ഏകമാണ്, അദ്വിതീയമാണ്. ആ ഉണ്മയാണ് ഞാൻ. ഈ ഒരു ദൃഷ്ടിയിൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഉണ്മയെ നൽകുന്നവൻ ഞാൻ തന്നെയാണ്. വാസ്തവത്തിൽ ഞാൻ എന്നിൽ നിലകൊള്ളുന്നതിനെ പുറമേ ഉള്ളതായി കാണുകയാണ്. അപ്പോൾ വിശ്വമഖിലവും വാസ്തവത്തിൽ നിജ അന്തർഗതം, അത് ദർപ്പണദൃശ്യമാന നഗരീ തുല്യമാകുന്നു. ഈയൊരു കാഴ്ച, ഈയൊരു ദർശനം, അതിനെയാണ് ഇവിടെ വാഴ്ത്തുന്നത്. തുടർന്ന് നമുക്ക് ആ ദർശന മഹിമയെ വിചാരം ചെയ്യാം അടുത്ത പ്രാവശ്യം. തുടർന്ന് സനാതനധർമ്മം. വാൽമീകി രാമായണവും മഹാഭാരതവും ഭാരതത്തിൻ്റെ രണ്ട് ഇതിഹാസങ്ങളാണ്. ഈ രണ്ട് ഇതിഹാസങ്ങളിൽ ഭാരതത്തിൻ്റെ വൈദികമായ ആശയങ്ങളുടെ ആവിഷ്കാരം നടന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ രാമായണം എന്ന് പറയുമ്പോൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് നമ്മൾ അർത്ഥമാക്കാറുള്ളത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അതാണ് സാധാരണ പാരായണം ചെയ്യാറുള്ളതും. പക്ഷേ വാൽമീകി രാമായണം മുറുകെ പിടിച്ചിട്ടുള്ള ആ ഒരു ആശയപ്രപഞ്ചം മുഴുവനായും അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ കാണുന്നില്ല. അധ്യാത്മരാമായണം സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതിയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ ചുവട് പിടിച്ചാണ് തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലൂടെ പോയപ്പോൾ വാൽമീകി രാമായണത്തിൻ്റെ ആ ഒരു ആശയപ്രപഞ്ചം കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. വാൽമീകി രാമായണം ആദികാവ്യം, വാൽമീകി ആദികവിയും, ഇത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഒരു കാവ്യം വായിച്ച് മനസ്സിലാക്കുന്നത് ഒരു പുരാണം വായിച്ച് മനസ്സിലാക്കുന്നത് പോലെയല്ല. കാരണം കാവ്യത്തിൻ്റെ അർത്ഥം അതിൽ നിന്ന് ധ്വനിക്കുന്ന അഥവാ പ്രതീതിക്ക് വിഷയമായി തീരുന്ന അർത്ഥമാണ്. ആ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിൽ വരുന്ന പിഴവുകൾ വാൽമീകിയുടെ ദർശനത്തിൽ വലിയ മാറ്റം വരുത്തുന്നതിന് കാരണമായിത്തീരും. ഇതിഹാസ പുരാണങ്ങളിൽ വേദാർത്ഥങ്ങൾ ഉപബ്രഹ്മണം ചെയ്യണം, പ്രപഞ്ചനം ചെയ്യണം എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. ആ ആശയം കാണണമെങ്കിൽ വാൽമീകി രാമായണത്തെ തന്നെ നോക്കണം. അപ്പോൾ വാൽമീകി രാമായണത്തിൻ്റെ ആരംഭം തൊട്ടേ നോക്കിയാൽ ഒരു കാവ്യത്തിൻ്റെ ആവിർഭാവത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അതിൽ കാണാം. ഒരു കാവ്യം
ആവിർഭവിക്കുന്നത് കവിത്വശക്തിയുള്ള ഒരു വ്യക്തി സമൂഹത്തിലെ ചില അസമത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അഥവാ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ അസ്വസ്ഥചിത്തനായിട്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇതിവൃത്തം ലഭിക്കുന്നു. ആ ഇതിവൃത്തത്തിൻ്റെ പ്രാപണമാണ് ആദ്യം തന്നെ നമ്മൾ വാൽമീകി രാമായണത്തിൽ കാണുന്നത്. വാൽമീകി ഈ ലോകത്ത് ആരെങ്കിലും നല്ല മനുഷ്യരുണ്ടോ, പരിപൂർണതയുള്ളവരുണ്ടോ എന്നാണ് വാൽമീകിയുടെ മനസ്സിനെ വല്ലാതെ വ്യസനിപ്പിച്ച ഒരു ചിന്ത. അങ്ങനെ നടക്കുന്ന സമയത്താണ് അദ്ദേഹം നാരദ മഹർഷിയെ കാണുന്നത്. നാരദൻ എന്ന് പറഞ്ഞാൽ തന്നെ നാരം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. അറിവിനെ പ്രദാനം ചെയ്യുന്ന ആളാണ് നാരദൻ. അപ്പോൾ നാരദനോട് ഉടനെ തന്നെ ചോദിച്ചു. നാരദനെ കണ്ടതേ വാൽമീകി ഇതാണ് ചോദിക്കാൻ നടക്കുന്നത്. ആരാണ് ഈ ലോകത്ത് നല്ല മനുഷ്യരുള്ളത്, ആരാണ്? കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ ചാരിത്രേണ ച കോ യുക്തഃ സർവഭൂതേഷു കോ ഹിതഃ വിദ്വാൻ കസ് സമർത്ഥശ്ച കശ്ചൈക പ്രിയദർശനഃ ആത്മവാൻ കോ ജിതക്രോധോ. അങ്ങനെ പോകുന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ. ഈ ലോകത്ത് ആരാണ് ഗുണവാനായിട്ടുള്ളവൻ? ഗുണവാൻ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള ഗുണങ്ങളുള്ളവനെയാണ് ഗുണവാൻ എന്ന് പറയുക. അത് സ്പൃഹണീയങ്ങളായിട്ടുള്ള നല്ല ഗുണങ്ങൾ, ദുർഗുണങ്ങളെ അല്ല നമ്മൾ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾ ആരാണ്? കശ്ച വീര്യവാൻ, പലർക്കും ഗുണങ്ങൾ കാണും, പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കത്തക്ക വീര്യമുണ്ടാവില്ല. അപ്പോൾ ഗുണവും വേണം, വീര്യവും വേണം, എന്നാലേ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. സത്യവാനും ആയിരിക്കണം അദ്ദേഹം. ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച. ധർമ്മത്തെ അറിയുന്നവൻ ധർമ്മജ്ഞൻ, ശാസ്ത്രം അറിയുന്നവനെ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് പോലെയാണ്. അതുപോലെ കൃതത്തെ അറിയുന്നവൻ കൃതം. ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയുക. അങ്ങനെ അറിയുമ്പോൾ എന്തുണ്ടാകും? അതിനനുസരിച്ചുള്ള കൃതജ്ഞത കൊണ്ട് നിർഭരമായിത്തീരും നമ്മുടെ മനസ്സ്. അതുപോലെ കൃതജ്ഞനായിട്ടുള്ളവൻ ആരാണ്? പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ചാരിത്രേണ ച കോ യുക്തഃ. ചാരിത്ര ഗുണമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ചാരിത്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു പദമാണത്. സ്ത്രീകൾക്ക് വേണ്ട ഒരു ഗുണമാണ് ചാരിത്രം എന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്. അങ്ങനെയല്ല. ചാരിത്രം എല്ലാവർക്കും, സ്ത്രീക്കോ പുരുഷനോ ഇനി അതിൽ നിന്ന് ഭിന്നപ്രകൃതികളായിട്ടുള്ള ആളുകളോ ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും വേണ്ട ഒരു ഗുണമാണ് ചാരിത്ര ഗുണം. നാം എങ്ങനെ ചരിക്കുന്നു അതാണ് നമ്മുടെ ചരിത്രം. നമ്മൾ ഹിസ്റ്ററി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതിന് സംസ്കൃതത്തിൽ നമ്മൾ ഇതിഹാസം എന്നാണ് പറയുക. പക്ഷേ ഇതിഹാസം ഒരു ഇങ്ങനെ ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഭാരതത്തിലൊരു സംഭവം നടന്നാൽ അത് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു, ഇതി ഇഹ ആസ, ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇതിഹാസം എന്ന് പറയുക. പക്ഷേ ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ ചരിക്കുന്നതാണ്. അപ്പോൾ വ്യക്തിയുടെ ആ ചരിതങ്ങളെയാണ് നമ്മൾ ചരിത്രം എന്ന് പറയുന്നത്. അതിൻ്റെ സംശുദ്ധിയെയാണ് ചാരിത്രം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇപ്പം നമ്മളെപ്പോഴും പരിഗണിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ, ഭിന്നപ്രകൃതി. അപ്പോൾ പുരുഷപ്രകൃതിയായിട്ടുള്ള ശരീരമുണ്ട്, സ്ത്രീ പ്രകൃതിയായിട്ടുള്ള ശരീരമുണ്ട്, ഭിന്നപ്രകൃതികളായിട്ടുള്ള ശരീരങ്ങളുണ്ട്. ശരീരം ഏതാണെങ്കിലും മനുഷ്യൻ മുറുകെ പിടിക്കേണ്ടതായിട്ടുള്ള ആ ചരിത്രത്തിൻ്റെ നന്മ അതുള്ളവർ ആരാണ്? ചാരിത്രേണ ച കോ യുക്തഃ. അങ്ങനെയുള്ള ആൾ സർവഭൂതേഷു കോ ഹിതഃ. സർവഭൂതങ്ങൾക്കും ഹിതമായിട്ടുള്ളവൻ. ഹിതം എന്ന് പറഞ്ഞാൽ അവരുടെ നന്മയെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആളാണ്. ഈ വിധത്തിലൊക്കെയുള്ള ആൾ ആരാണ്? മഹർഷയെ ത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരൻ. അങ്ങനെയുള്ള നരനെ അറിയുവാൻ, അല്ലയോ നാരദ മഹർഷേ, അങ്ങ് കെൽപ്പുള്ളവനാണ്, അങ്ങേക്കറിയാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് വാൽമീകി ചോദിക്കുന്നത്. അതിനുത്തരമായിട്ടാണ് നാരദൻ ശ്രീരാമനെക്കുറിച്ച് വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ രാമായണത്തിൻ്റെ ഇതിവൃത്തം. ദീപാരാധനയ്ക്കായി ഇനി ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം. സത്യം, ജ്ഞാനം, ധർമ്മം, ദയ, ശാന്തി, ക്ഷമ, ഈ ആറുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബന്ധുക്കൾ. ഈ 6 പേരും നമ്മൾക്കൊപ്പം ഉണ്ടെങ്കിൽ ജീവിതം ശ്രേഷ്ഠമായിരിക്കും.
മംഗളാരതി തൊഴുത്ത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.